ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പാർലമെന്റിൽ വലിയൊരു ഭൂപടം എടുത്തു കാണിച്ചു. എന്നിട്ട് ഇതേവരെ ഈ നിമിഷം വരെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്ന് കൊടുത്ത അറബികളുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ ചൂണ്ടിക്കൊണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കാണാവുന്ന രൂപത്തിൽ 4 രാജ്യങ്ങൾ 5 രാജ്യങ്ങളെ പേരെടുത്ത് കാണിച്ച് ചിത്രസഹിതം വരച്ച് കാണിച്ചുകൊണ്ട് ഇത് ഉൾപ്പെടെ വരുന്ന ഒരു മിഡിൽ ഈസ്റ്റിലാണ് നമ്മൾ തയ്യാറെടുക്കുക. അതിനുവേണ്ടിയാണ് നമ്മുടെ യുദ്ധമെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ, പരിശുദ്ധ പ്രവാചകൻ ഇത് പറയുമ്പോ, അന്ന് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലും പരിസരങ്ങളിലുമായി പരിശുദ്ധ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ സമയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ സത്തുസാലിഹൂനർ റൂം, ഒരു കാലം വരും സഹാബത്തെ, റോമയുമായിട്ട് നിങ്ങൾ ഒരു കരാറുണ്ടാക്കും. നിങ്ങൾ രക്ഷ പ്രതീക്ഷിച്ച്, നിങ്ങൾ വിജയം പ്രതീക്ഷിച്ച്, നിങ്ങൾ സംരക്ഷണം പ്രതീക്ഷിച്ച് യൂറോപ്പിനോട്, അമേരിക്കയോട്, പാശ്ചാത്യ ശക്തികളോട് നിങ്ങൾ ഒരു കരാറുണ്ടാക്കും. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സർവമാന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താ? ഫതഖ്സൂന അൻതും വഹും, നിങ്ങളും അവരും ചേർന്നുകൊണ്ട്, ഫതഖ്സൂന അൻതും വഹും അദുവം മിൻ വറായികും, നിങ്ങളും യൂറോപ്യന്മാര് പാശ്ചാത്യ ശക്തികളും ചേർന്നുകൊണ്ട് നിങ്ങളുടെ അയൽപക്കത്തുള്ള മറ്റൊരു ശത്രുവിനോട് നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നതാ. മറ്റൊരു ശത്രുവിനോട് നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നതാ. ഈ യുദ്ധത്തിന്റെ പോക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ അവസാനം ഇവർ വിജയിക്കുക തന്നെ ചെയ്യുന്നതാ. ഇറാനിന്റെ ശക്തമായ മിസൈൽ വർഷം കാണുമ്പോൾ മുസ്ലിമീങ്ങളിൽ ചെറിയൊരു വിഭാഗവും പ്രതീക്ഷ വെക്കുന്നു, അമേരിക്കയെ തകർക്കപ്പെടും, ഇസ്രായേലിനെ തകർക്കപ്പെടും. അതേ, തകർക്കപ്പെടും. ഇന്നല്ല തകർക്കപ്പെടുന്നത്, ഇനിയും കുറെ കാലം മുന്നോട്ട് പോകും. ഇറാനിന്റെ തകർച്ചയും കഴിയും. അതിനുശേഷം പിന്നെ വരാൻ പോകുന്നത് ഇതേപോലൊരു യുദ്ധം, ഒന്നുകിൽ തുർക്കിക്ക് നേരെ, അല്ലെങ്കിൽ പാകിസ്ഥാന് നേരെ, അല്ലെങ്കിൽ ഈജിപ്തിന് നേരെ. 4 ഒരു യുദ്ധം ഉണ്ടാകും, വീണ്ടും ഉണ്ടാകും. അല്ലെങ്കിൽ സിറിയക്ക് നേരെ. ഈ രാജ്യങ്ങൾ പേരെടുത്തുകൊണ്ട് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടും, പടച്ച റബ്ബേ, ഈ രാജ്യങ്ങളെ പേരെടുത്ത് പരസ്യമായി പറഞ്ഞിട്ടും അതിന്റെ ഭൂപടം കാണിച്ചിട്ടും ഇന്നത്തെ UAE, സൗദി അറേബ്യയുടെ 3/4 ഭാഗം, അവസാനത്തെ പരിശുദ്ധ മക്ക മുക്കറമയുടെ പ്രദേശങ്ങൾ ഒഴികെ, മദീന ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ, സുഡാൻ എന്ന രാജ്യം മുഴുവനും, ഈജിപ്തിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങൾ, ലിബിയയുടെ പകുതിയോളം വരുന്ന പ്രദേശങ്ങൾ, സിറിയയുടെ പകുതിയോളം വരുന്ന പ്രദേശങ്ങൾ, ലെബനാനും ജോർദാനും ചേർന്ന ഈ പശ്ചിമേഷ്യ മുഴുവനും ചേർന്നുകൊണ്ടുള്ള ഒരു വിശാലമായ മാപ്പെടുത്ത് കാണിച്ചിട്ട് പറയുന്നു, ഇതിലേക്കാണ് നമ്മൾ പോവുക, ഇത് ജയിച്ചടക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പറഞ്ഞ പ്രഭാഷണം നമുക്ക് മുമ്പിൽ ഇന്നും ലഭ്യമാ. ഞാൻ എൻ്റെ പേജിലൊക്കെ സേവ് ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. പരസ്യമായിട്ട് പറയുകയാണ്, ഇറാൻ ഒന്ന് കഴിയട്ടെ, അടുത്തത് പാകിസ്ഥാനാണ്, അല്ലെങ്കിൽ ഈജിപ്റ്റാണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയാണ്, അല്ലെങ്കിൽ സിറിയയാണ്, അല്ലെങ്കിൽ സുഡാനാണ്. 5 രാജ്യങ്ങളെ പരസ്യമായി പേരെടുത്ത് പറഞ്ഞിട്ട് പറയാ, അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളിലേക്കാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഫതഖ്സൂന അൻതും വഹും വറാഅകും, ഫതഖ്സൂന അൻതും വഹും വറാഅകും, നിങ്ങളും അവരും ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യും നിങ്ങളുടെ അയൽപക്കത്തുള്ള മറ്റൊരു ശത്രുവിന്റെ നേരെ. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലൊരു കരാർ ഇതിന് മുമ്പുണ്ടായിട്ടില്ല. 1-ാം ലോക മഹായുദ്ധത്തിന്റെ സമയം, 2-ാം ലോക മഹായുദ്ധത്തിന്റെ സമയം, അതിനു മുമ്പ് കഴിഞ്ഞുപോയ 1000 യുദ്ധങ്ങളുടെ ഘട്ടത്തിലൊന്നും ഇതുപോലത്തെ ഒരു കരാർ ഉണ്ടായിട്ടില്ല. ലോകാവസാനത്തിന്റെ മുമ്പ് നടക്കാൻ പോകുന്ന മഹാദുരന്തങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറെ അടയാളങ്ങൾ ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞു. ഇന്ന സംഗതികൾ ഉണ്ടാകും, 10ഓളം വരുന്ന പ്രധാനപ്പെട്ട ചെറിയ അടയാളങ്ങൾ. അതിനു മുമ്പ് ഒരുപാട് ചെറിയ അടയാളങ്ങൾ, ഖിയാമത്തിന്റെ അലാമത്തുകളുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ നമ്മളത് കേട്ടിട്ടുണ്ടാകും. അവസാനം പ്രധാനപ്പെട്ട ചെറിയ അടയാളങ്ങൾ ഉണ്ടാകും. ആ പ്രധാനപ്പെട്ട ചെറിയ അടയാളങ്ങളുടെ പര്യവസാനത്തിൽ ഔദ്യോഗികമായി ഏറ്റവും പ്രധാനപ്പെട്ട 7ഓളം വരുന്ന വലിയ അടയാളങ്ങൾ, 10 അടയാളങ്ങൾ അല്ലെങ്കിൽ 7 അടയാളങ്ങൾ. അതിന്റെ ആദ്യത്തെ ഔദ്യോഗികമായ തുടക്കം, ആ തുടക്കം അൽ മൽഹമത്തുൽ കുബ്ര എന്ന മഹായുദ്ധമാണ്. ആ മഹായുദ്ധം തുടങ്ങിയിട്ടില്ല. അതിന്റെ ഔദ്യോഗിക തുടക്കത്തിന്റെ മുന്നോടിയായിട്ടുണ്ടാകുന്ന അതിന്റെ ടെസ്റ്റ് ഡോസാണ് ഇറാനിലൂടെ നടക്കുക.